ദിവസം എത്ര ചായയാണ് നമ്മൾ കുടിക്കേണ്ടത്? ചായ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ചായ കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ കൂടെ തന്നെ എത്ര ഗ്ലാസ് ചായ ഒരു ദിവസം കുടിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ചായ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിന്റെ കാരണം ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള പോളിഫിനോളുകൾ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL-നെ കുറയ്ക്കുകയും എൻഡോത്തീലിയൽ ഫംഗ്ഷൻ എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തടയാനായിട്ട് ചായക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി ചായയിൽ കൂടുതലാണ്. കാരണം കാറ്റകൈൻസ്, ഫ്ലവനോയിഡ്സ് പോലെയുള്ള ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി ചായയിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും നമ്മുടെ കോശങ്ങളുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ ഫ്രീ റാഡിക്കൽ ടിഷ്യൂ ഡാമേജ്, അതായത് ക്യാൻസർ പോലെയുള്ള അവസ്ഥകൾ ഒഴിവാക്കാനും ചായ നമ്മളെ സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സംരക്ഷിക്കാനായിട്ട്, നമ്മുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് ചായ നമ്മളെ സഹായിക്കുന്നുണ്ട്. ചായയിൽ അടങ്ങിയിട്ടുള്ള ചില അമിനോ ആസിഡുകൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള ഗാബ, ഡോപ്പമൈൻ, സെറാട്ടോണിനെ ഒക്കെ മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറച്ചുകൊണ്ട് നമ്മുടെ മെന്റൽ റിലാക്സേഷനെ ഇത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി തരാനായിട്ടും ചായക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഈ പറഞ്ഞ അമിനോ ആസിഡുകളുമാണ്. നാലാമതായിട്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിനെയും നമ്മുടെ ദഹന പ്രക്രിയയും ചായ സഹായിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ വയറിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്ന സമയത്ത് നല്ലൊരു കട്ടൻ ചായ ഇട്ട് കുടിച്ചാൽ വയറ്റിലെ എല്ലാ ബുദ്ധിമുട്ടും മാറുമെന്ന് നമ്മൾ സാധാരണയായി പറയുന്ന കാര്യമാണ്. ചായയിൽ അടങ്ങിയിട്ടുള്ള കാറ്റകിൻസിന് പ്രീബയോട്ടിക് എഫക്ട് തരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനിൽ ഉണ്ടാവുന്ന വീക്കങ്ങളും നമ്മുടെ ഡൈജഷൻ സ്മൂത്ത് ആക്കാനും മൊത്തത്തിലുള്ള നമ്മുടെ ഗട്ട് ഹെൽത്തിനെയും ചായ സഹായിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട് കൊഴുപ്പിന്റെ മെറ്റബോളിസത്തിന് ചായ നമ്മളെ സഹായിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഗ്രീൻ ടീ ആണ് ഇതിന് നമ്മളെ കൂടുതലായിട്ടും സഹായിക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ എല്ലാം വിഘടിപ്പിച്ച് അത് ഊർജ്ജമായിട്ട് മാറ്റാനായിട്ട് ഈ ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഗ്രീൻ ടീ കുടിക്കാനായിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയധികം ഗുണങ്ങളുള്ള ചായ എത്ര കണ്ട് നമ്മൾക്ക് കുടിക്കാം അല്ലേ? ഒരു ദിവസം 10-15 ചായ കുടിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ചായക്ക് ഒരു അളവുണ്ട്. ICMR-ന്റെയും NIN-ന്റെയും ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു ദിവസം 2 മുതൽ 3 കപ്പ് ചായ മാത്രമാണ് ആരോഗ്യകരമായ രീതിയിൽ ഒരാൾ കുടിക്കേണ്ടത്. ഒരു ദിവസം കാപ്പിയിൽ നിന്നും ചായയിൽ നിന്നും കൂടെ 300 മില്ലിഗ്രാമിലധികം കഫീൻ നമ്മുടെ ശരീരത്തിൽ എത്താനായിട്ട് പാടുള്ളതല്ല. അപ്പൊ ഇനി ധൈര്യമായിട്ട് ഈ ഒരളവിൽ ചായ കുടിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്